ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ക്വിക്ക് മേക്കപ്പ് ലുക്കാണ്. എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലോ അങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് നന്നായി വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെർമാഫീക്കിൻ്റെ ഒരു ടോണർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസിൽ നന്നായി ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഫുൾ ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിലെ pH ബാലൻസ് ഒന്ന് ചെയ്യാനും പിന്നെ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ doesnt ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. സ്പെഷ്യലി നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് വൺസ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും തരില്ല കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കാണിക്കുന്നതെല്ലാം ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര ഓർഗാനിക്കാണ് കേട്ടോ. അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ബ്രാൻഡാണ് ഓർഗാനിക് ഹാർവെസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് ഞാൻ മൈഗ്ലാമിൻ്റെ പോസ് എന്ന് പറഞ്ഞ റേഞ്ചിലത്തെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. ക്വാളിറ്റി നല്ലതാണ്, ബട്ട് ക്വാണ്ടിറ്റി പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്. ചെറിയൊരു ട്യൂബിൽ ഇച്ചിരി പ്രോഡക്റ്റ് വരുന്നുള്ളൂ. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 650 സംതിങ് ഉണ്ട്. ബട്ട് ഡിസ്കൗണ്ട്സ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസ് നല്ല കൂടുതലാണ്. ഞാനത് ജസ്റ്റ് ഒരു കൺസീലറായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺസീൽ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടേക്ക് ഡാർക്ക്നെസ് ഉണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഐസിലും പിന്നെ നമ്മുടെ ഫേസിൽ ബ്രൈറ്റ്നെസ് വരുന്ന ഭാഗങ്ങളും എന്നുവെച്ചാൽ നമ്മുടെ ടോപ്പ് ഓഫ് ഫോർഹെഡിലും നോസ് ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ലാക്മേയുടെ ലൂസ് പൗഡറുണ്ട്. ഇത് ലൂസ് പൗഡറാണ്. അത് വെച്ചിട്ട് നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസ് പൗഡറാണ് കേട്ടോ. അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങളൊരു ലൂസ് പൗഡർ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ചെക്ക് ചെയ്യാം. നല്ലൊരു ലൂസ് പൗഡറാണ്. നമ്മുടെ ഫേസ് നന്നായി സെറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ചെറിയൊരു എക്സ്ട്രാ കവറേജും തരും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്ലറിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. എന്ത് രസമെന്നറിയോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലൂസ് പൗഡറാണ്. നെക്സ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്ലഷറാണ് ഉപയോഗിക്കുന്നത്. നന്നായി എൻ്റെ ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ അധികം ഉള്ളിലേക്ക് കൊണ്ടുവരാണ്ട് പുറം ഭാഗത്താണ് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ബാക്കിയുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ബാക്കി മൊത്തം ഞാൻ ഔട്ടർ ഭാഗത്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലഷ്ഡ് ലുക്ക് കിട്ടും. അങ്ങനെ ഹെവി ആയിട്ട് തോന്നില്ല. ഓക്കെ, ലൈറ്റായിട്ട് ബാക്കിയുള്ളത് ഞാൻ മൂക്കുമ്പോൾ ജസ്റ്റ് എൻ്റെ ചിഹ്നം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുക. ആദ്യം ഹെയർസൊക്കെ അടിയിലേക്ക് ആക്കിയിട്ട് മുകൾ ഭാഗത്ത് വരയ്ക്കുക. സെയിം മുകളിലേക്ക് ആക്കിയിട്ട് അടിയിലേക്ക് വരച്ചിട്ട് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു കോമ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗസ് ഒന്നുകൂടിയും എന്ന് വെച്ചാൽ നാച്ചുറൽ ഫീൽ കിട്ടും. റാദർ ദാൻ വരച്ച് വെച്ച പോലെ തോന്നുന്നതിനേക്കാളും നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ 1 ഐബ്രോ ഓൾറെഡി ഓക്കെയാണ്. സെക്കൻഡ് ഐബ്രോ മാത്രം ഫില്ല് ചെയ്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ എന്ന് പറഞ്ഞൊരു ഐലൈനർ ഉണ്ട്. അതെടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പർ ലൈൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അടിയിൽ കണ്ണെഴുതാറില്ല. എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അടിയിൽ കണ്ണെഴുതാറില്ല. മുകളിൽ കണ്ണെഴുതാറുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ ഭാഗത്തൊന്ന് നന്നായി എൻ്റെ കണ്ണൊന്ന് എഴുതി വാലൊക്കെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു മസ്കാര എടുത്തിട്ട് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് എൻ്റെ അപ്പർ ആൻഡ് ലോവർ ലാഷസിൽ നന്നായി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായി അത് എന്ന് വെച്ചാൽ ലാഷസ് ഞാൻ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മസ്കാര ഉപയോഗിക്കുമ്പോൾ നല്ല ലെങ്തനിങ് ആയിട്ടുള്ള മസ്കാര ഉപയോഗിച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഐസ് ഒന്നുകൂടി നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ മസ്കാര ഉപയോഗിക്കുന്നത്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ. നല്ല ലെങ്തനിങ് ആയിട്ടുള്ള നല്ലൊരു മസ്കാരയാണ്. നല്ല ഹോൾഡും തരും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാം. ഞാൻ അടിയിൽ ലിങ്ക് ചെയ്ത് തരാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും. അതോടുകൂടി എൻ്റെ ലുക്ക് ഏകദേശം കഴിഞ്ഞു. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്തത് ഗേൾസ് ലൈക്ക് യു എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് പുറം ഭാഗം ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, ലൈറ്റായിട്ട്. ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഞാൻ ജസ്റ്റ് വേറൊരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് മൂടിക്കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. കണ്ടോ, നമ്മൾ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നാച്ചുറൽ പോലെ തോന്നുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.